Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാനൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള റോസാ ചെടികളായിക്കോട്ടെ പൂച്ചെടികളായിക്കോട്ടെ ആ ചെടികളിലൊക്കെ നല്ലതുപോലെ പൂവുണ്ടാവാനായിട്ട് ഇതുപോലത്തെ ഒരു ടീസ്പൂണോളമുള്ള ഈ ഒരു സൂത്രം മതി. ഇതൊരു മാജിക് തന്നെയാണ്. ചിലപ്പോൾ ഇത് പല വീട്ടമ്മമാരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. എന്നത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഷെയർ ചെയ്യാം. അപ്പം ഈ ഒരു ടീസ്പൂൺ മതി നമ്മുടെ വീട്ടിലുള്ള എല്ലാ പൂച്ചെടികളും നല്ലതുപോലെ പൂവൊക്കെ ഉണ്ടായി വരാനായിട്ട്. ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഞാൻ ഓർത്ത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന്. അപ്പോൾ നമുക്ക് ഉടനെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ചായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കാപ്പിപ്പൊടി ആണെങ്കിൽ എടുക്കാം. പക്ഷെ നമ്മൾ ചായപ്പൊടി അങ്ങനെ തന്നെ യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മളതൊന്ന് കഴുകുകയാണ് ചെയ്യുന്നത്. കഴുകി നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കണം. ഇനിയിപ്പോൾ വെയിലത്ത് ഉണക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് പെട്ടെന്നൊരു 15 മിനിറ്റ് ഒന്നെടുത്ത് ഞാനതൊന്ന് ഡ്രൈ ആക്കിയത് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു തെറ്റാണ്. നമ്മൾ അങ്ങനെ തന്നെ ചായല അങ്ങനെ തന്നെ കൊണ്ട് റോസ ചെടികൾക്കോ അല്ലെങ്കിൽ പൂച്ചെടികൾക്കൊക്കെ ഇടും. അങ്ങനെ ഇടുന്നതിന് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. എപ്പോഴും അത് നല്ലതുപോലെ ഉണക്കിയിട്ടുള്ള ചായപ്പൊടിയാണ്, യൂസ് ചെയ്തിട്ടുള്ള ചായപ്പൊടിയാണ് നമ്മൾ കൊണ്ടിടേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് 1-2 തവണ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ചായയുടെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അത് കഴുകിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പരന്ന പാത്രത്തിൽ ഇതുപോലെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 1-2 ദിവസം എടുത്ത് നമുക്ക് വെയിലത്ത് ഉണക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവനിലോ, ഞാനിവിടെ ഓവനിലാണ് വെച്ചത്. ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചത് നല്ലതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരാളും കൂടെ ഉള്ളത് മുട്ടയുടെ തൊണ്ടാണ് അല്ലെങ്കിൽ മുട്ടത്തോടാണ്. ഞാനിവിടെ ഒരു 3 മുട്ടത്തോട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നല്ലതുപോലെ ഞാനത് മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല, മിക്സിയിൽ ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ പൊടിയാവുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രം മതി നമ്മുടെ പൂച്ചെടികളൊക്കെ നല്ലതുപോലെ പൂവുണ്ടായി വരാനായിട്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ഉണക്കിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചായപ്പൊടി. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിയാക്കി കൊടുക്കാം. എത്രത്തോളം പൊടിയാവുന്നോ അത്രത്തോളം അത് മണ്ണിലൊക്കെ ഇറങ്ങി നല്ലതായിട്ട് പ്രവർത്തിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് 2ആണ് നമുക്ക് വേണ്ടത്. മുട്ടയുടെ പൊടിയും അതുപോലെ ചായപ്പൊടിയും, ഉണങ്ങിയ ചായപ്പൊടി കേട്ടോ. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ തുല്യ അളവിൽ വേണം എടുക്കാനായിട്ട്. നിങ്ങളിപ്പോൾ ഒരു 3 ടീസ്പൂൺ, ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ 4, എത്ര ടീസ്പൂണാണ് നിങ്ങൾ ഈ ഒരു മുട്ടയുടെ പൊടി എടുക്കുന്നത് അത്രയും ടീസ്പൂൺ തന്നെ വേണം ഈ ചായപ്പൊടിയും എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിവിടെ 4 ടീസ്പൂൺ മുട്ടയുടെ പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 ടീസ്പൂൺ ചായപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് 2 നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വളം എന്ന് പറയുന്നത്. പൂച്ചെടികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു മാജിക് ഇതാണ്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും ചിലപ്പോൾ ചായപ്പൊടി തന്നെ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ മുട്ടത്തോടും തന്നെ ഇടുന്നുണ്ടാവും. അതിനേക്കാളൊക്കെ ഒത്തിരി എഫക്റ്റീവാണ് നമ്മൾ ഇത് 2ഉം കൂടെ ചെയ്യുമ്പോൾ. ഈ മുട്ടയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ ഈ മുട്ടയുടെ തോടിനകത്ത് ഒത്തിരി കാൽഷ്യം ഉണ്ട്. അതൊക്കെ നമ്മുടെ ചെടികൾക്ക് വളരാൻ ആവശ്യമുള്ളതാണ്, പ്രത്യേകിച്ച് പൂച്ചെടികൾ ഉണ്ടായി വരാനായിട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചായപ്പൊടിയിലും ടാനിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതുപോലെ ഒത്തിരി ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ചെടികളിലെ പൂവ് വളരാനായിട്ട്, പെട്ടെന്ന് വളരാനായിട്ട് അത് ഹെൽപ്ഫുൾ ചെയ്യും. അതുപോലെ തന്നെയാണ്. അപ്പം നമ്മളിനി ഇത് ഇടുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു കുഞ്ഞൊരു കത്തി എടുത്തിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സാധനം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിനകത്താണ് ഞാൻ ഈ ഒരു പൊടി ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 15 ദിവസം കൂടുമ്പോൾ നമുക്കിതൊരു 3-4 ടീസ്പൂണോളം, ഇത് അത്യാവശ്യം വലിപ്പമൊക്കെയുള്ള ഒരു റോസ ചെടിയാണ്. അപ്പം ഞാൻ ഇതിനൊരു 4 ടീസ്പൂണോളം ഉള്ള ഈ ഒരു പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചുമ്മാ അങ്ങ് ഇടാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മണ്ണിനകത്ത് ഇറങ്ങി പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഇതിടാൻ നോക്കരുത്. 15 ദിവസത്തിന് ഓരോ 15 ദിവസത്തിന് അകം നമ്മൾ ഇട്ടാൽ മതി. 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇടാം കേട്ടോ. അപ്പം നോക്കിക്കേ, നമ്മുടെ പൂച്ചെടികളൊക്കെ നല്ലതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി വരും. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇനി ചായപ്പൊടി, നനഞ്ഞിട്ടുള്ള ചായപ്പൊടി, ഉപയോഗിച്ച് കഴിഞ്ഞ ചായപ്പൊടി നനഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചേർക്കരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതിനേക്കാളും ഒത്തിരി എഫക്റ്റീവാണ് നമ്മളിങ്ങനെ ഉണക്കി പൊടിച്ച് ഇതുപോലെ കൈ കൊണ്ടൊക്കെ ഒന്ന് പൊടിച്ച്, അതുപോലെ തന്നെ മുട്ടത്തോടാണെങ്കിൽ നല്ലതുപോലെ പൊടിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. കാരണം ഇതെല്ലാം പൊടിയായിട്ടിരിക്കുമല്ലേ, അന്നേരം പെട്ടെന്ന് മണ്ണിലോട്ട് അത് അലിഞ്ഞ് നമുക്ക് വേണ്ടുന്ന നമ്മുടെ പൂച്ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടെ ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.